ബ്ലൂം ടീൽസ് ഗാർഡൻ്റെ പുതിയൊരു ഓഫർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഓഫർ വീഡിയോയിൽ ഇവിടെ 130 പ്ലാന്റ്സുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 130 പ്ലാന്റ്സിൽ ഏത് പ്ലാന്റ് എടുത്താലും വെറും 40 രൂപ മാത്രമേ വില വരുന്നുള്ളൂ. ഇതുവരെ പ്ലാന്റ്സുകൾ വാങ്ങാത്തവർക്കായിട്ട് ഒരു സുവർണ അവസരമാണ് കേട്ടോ ഇത്. ഒരു കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. അപ്പം പ്ലാന്റുകൾ ഓർഡർ ചെയ്ത് വാങ്ങുന്നവർ പ്ലാന്റിന് പുതിയ ലീഫ് വരുന്നത് അല്ലെങ്കിൽ കൂമ്പ് വരുന്നത് വരെ ഒരു കാരണവശാലും പ്ലാന്റുകൾ വെയിലത്ത് വെക്കരുത്. ഷെയ്ഡിൽ തന്നെ വെക്കുവാൻ ശ്രദ്ധിക്കണേ. നല്ല ഹെൽത്തിയും വെൽ റൂട്ടഡും ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരിക. അപ്പം അയച്ച് അതിന് നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ എല്ലാവരും വീഡിയോ എടുത്ത് വെക്കുക. അൺബോക്സ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അതിന് ഡാമേജ് ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ഞങ്ങൾ തരുന്നതായിരിക്കും. പക്ഷേ 1 വീക്ക് അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് പ്ലാന്റ് നാശമായിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് എല്ലാവരും അൺബോക്സ് ചെയ്യുമ്പോൾ നിർബന്ധമായും വീഡിയോ എടുത്ത് വെക്കുക. അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഓരോ പ്ലാന്റും പരിചയപ്പെടാം. ആദ്യം കാണിക്കുന്നത് ഹോയയുടെ 4 വെറൈറ്റി കളറുകളുള്ള പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെയും ഫ്ലവർ ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് പ്ലാന്റാണ് ആവശ്യമുള്ളതെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. നമ്പർ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അല്ലെങ്കിൽ പറഞ്ഞു തന്നാൽ മതിയാകും. ഡയാന്തിസിൻ്റെ കുറച്ച് വെറൈറ്റി പ്ലാന്റ്സുകളാണ് ഇനി കാണിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഫ്ലവറുകളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് ഫ്ലവറുള്ള പ്ലാന്റാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരിക. അപ്പം നിങ്ങൾക്ക് കൃത്യമായി പ്ലാന്റുകൾ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലവർ നമ്മളിങ്ങനെ വീഡിയോയിൽ കാണിച്ചത്. അപ്പം ഇതിൻ്റെ കവറിലുള്ള പോട്ടിലുള്ള സ്മോൾ പോട്ടിലുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ സെയിലിന് റെഡിയാക്കിയിട്ടുള്ളത്. ഇത് സോങ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ലീഫി പ്ലാന്റാണ്. ഇനി കാണുന്ന 6 പ്ലാന്റുകളും ഫ്ലവറിംഗ് ബിഗോണിയയുടെ വെറൈറ്റികളാണ് കേട്ടോ. അപ്പോൾ 6 പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഡാർക്ക് ഗ്രീനിൽ പിങ്ക്, വൈറ്റ്, റെഡ് എന്നീ കളർ വരുന്ന ഫ്ലവറുകളും ലൈറ്റ് ഗ്രീനിൽ പിങ്ക്, റെഡ്, വൈറ്റ് എന്നീ കളറിലും വരുന്ന പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് പ്ലാന്റ് ജമന്തിയുടെ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഫ്ലവർ ലൈറ്റ് ബ്രൗൺ, യെല്ലോ, വൈറ്റ്, ബ്രൗൺ എന്നീ കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ലേഡി ഷൂയുടെ റെഡ് കളറിലുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ യെല്ലോയും അവൈലബിൾ ആണ്. ഇത് ഫാഷൻ ഫ്രൂട്ട് എന്ന ഫ്രൂട്ടിൻ്റെ പ്ലാന്റ്. ഈ പ്ലാന്റ് ആപ്പിൾ ക്രോട്ടൺ എന്നറിയപ്പെടുന്നു. മാൽപീജിയ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് കേട്ടോ ഇത്. ബ്ലൂ ഡേയ്സ് എന്നറിയപ്പെടുന്ന പ്ലാന്റാണിത്. ഇതിന് നീല കളറിലുള്ള ഫ്ലവറാണുള്ളത്. ഇത് ലെൻഡാനയുടെ പ്ലാന്റാണ് കേട്ടോ. ഇത് ജോൺ ക്രീപ്പർ എന്നറിയപ്പെടുന്ന പ്ലാന്റ്. ഇത് ക്രീപ്പറായ ബോവർ പ്ലാന്റ്. ഈ കാണുന്നത് കനകാംബരത്തിൻ്റെ ഓറഞ്ച് കളറിലുള്ള പ്ലാന്റാണ്. ഇത് ക്രോട്ടൺ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഇത് അലമാണ്ട യെല്ലോ എന്നറിയപ്പെടുന്ന പ്ലാന്റ്. ഇത് ലേഡി ഷൂയുടെ വേരിക്കേറ്റഡ് പ്ലാന്റാണ്. ജസ്റ്റീഷ്യ എന്നറിയപ്പെടുന്ന പ്ലാന്റാണിത്. ഈ പ്ലാന്റ് ബ്രുവേലിയ. ഓക്സിഡേസി എന്ന പ്ലാന്റാണിത്. പാർവതിയുടെ വൈറ്റ് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ഇത് പർപ്പിൾ കളറിലുള്ള പ്ലാന്റ്. മാരാന്തയുടെ 2 വെറൈറ്റികളാണ് കേട്ടോ ഈ കാണുന്നത്. ഹാങ്ങിങ് ആയി വെക്കാൻ പറ്റിയ വാട്ടറിഞ്ചോ നാനോക്കിൻ്റെ വേരിക്കേറ്റഡ് പ്ലാന്റാണിത്. ഇതും ഹാങ്ങിങ് ആയി വെക്കാൻ പറ്റുന്ന പെൻസിൽ കാറ്റസ്. ഹാങ്ങിങ് ആയി വെക്കാൻ പറ്റിയ അടിപൊളി പ്ലാന്റാണ് കേട്ടോ ലിപ്സ്റ്റിക്ക്. അതിൻ്റെ പിങ്ക്, റെഡ്, ഓറഞ്ച് എന്നീ കളറിലുള്ള പ്ലാന്റുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇത് ടൈഗർ ലിപ്സ്റ്റിക് എന്നറിയപ്പെടുന്ന പ്ലാന്റ്. ഇതും ഹാങ്ങിങ് ആയി വെക്കാവുന്നതാണ്. ഇത് പെട്രാന്തസിൻ്റെ പർപ്പിൾ കളറിലുള്ള പ്ലാന്റാണ്. ഇത് ബേബി സൺറോസിൻ്റെ വേരിക്കേറ്റഡ് പ്ലാന്റാണ്. ഹാങ്ങിങ് ചെയ്ത് വെക്കാൻ പറ്റിയ ഡിസ്റ്റീരിയ എന്നറിയപ്പെടുന്ന പ്ലാന്റാണിത്. ഇത് ക്ലോറോഫൈറ്റം എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഇനി കാണുന്ന 3 പ്ലാന്റുകളും ക്രിസ്മസ് കാറ്റസിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ. 3 കളറുകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഡോട്ടഡ് ഫ്ലവറിംഗ് ബിഗോണിയ എന്നറിയപ്പെടുന്ന പ്ലാന്റാണിത്. ഇതിന് നല്ല ഓറഞ്ച് കളറിലുള്ള നല്ല അടിപൊളി ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണിത്.
ഈ കാണുന്നത് ഡിസ്റ്റീരിയയുടെ വേരിക്കേറ്റഡ് പ്ലാന്റ് ആണ്. ഇത് കിഡ്നി പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. മുറ്റത്ത് പുല്ലിടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ പേൾ ഗ്രാസ്. റിപ്സാലിസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. മില്യൺസ് ഓഫ് ഹേർട്ട് എന്നറിയപ്പെടുന്ന ഒരു അടിപൊളി ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ ലീവ്സിന് നമ്മുടെ ഹേർട്ടിൻ്റെ ആകൃതിയാണുള്ളത്. ഇനി കാണിക്കുന്ന 6 പ്ലാന്റുകളും മണി പ്ലാന്റിൻ്റെ വെറൈറ്റികളാണ്. അപ്പോൾ ഹെൽത്തിയും വെൽ റൂട്ടഡും ആയിട്ടുള്ള ജിഫിയിലുള്ള ഈ പ്ലാന്റുകളാണ് സെയിലിന് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇനി കാണിക്കുന്ന ക്രിപ്റ്റാന്തസിൻ്റെ ഈ 3 കളറുകളും നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളവയാണ്. ലീഫി പ്ലാന്റായ ഫിറ്റൂണിയാണ് കേട്ടോ അടുത്തത്. 6 വെറൈറ്റി കളറുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഈ ലീഫിൻ്റെ ഈ ഭംഗിയാണ് ഈ പ്ലാന്റിനെ മനോഹരമാക്കി തീർക്കുന്നത്. റെയിൻ ഡ്രോപ്സ് പെപ്രോമിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത്. ഇത് ബേബി സൺറോസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ നല്ല പിങ്ക് കളറിലുള്ള ഫ്ലവർ ഉണ്ടാവും. സിനേറിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണിത്. ഗ്രീൻ, സിൽവർ എന്നീ 2 കളറുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. വാട്ടറിഞ്ചോ നാനോക്ക് എന്നറിയപ്പെടുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. ഇത് ടൈഗർ മരാന്ത എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. ഇത് മെലസ്റ്റോമയുടെ ഹാങ്ങിങ് വെറൈറ്റിയും ഇത് മെലസ്റ്റോമയുടെ തന്നെ യെല്ലോ കളറിലുള്ള പ്ലാന്റുമാണ്. ഒരു ഔഷധിയായ കറ്റാർവാഴയാണ് കേട്ടോ ഇത്. അടിപൊളി ഫ്ലവർ ഉണ്ടാകുന്ന ലെമൺ വൈൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇത് മധുമാലതി എന്നറിയപ്പെടുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇത് പൂച്ചവാലൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. ഹാങ്ങിങ് ആയി വെക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് കൂടിയാണിത്. ഈ പ്ലാന്റ് ഗാർലിക് വൈൻ എന്നറിയപ്പെടുന്ന ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇത് ജേഡ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. ചൈന ഡോൾ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത്. വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പാർവതിയുടെ ചെടിയാണ് കേട്ടോ ഇത്. ഈ കാണുന്നത് ബോവർ പ്ലാന്റിൻ്റെ വെരിക്കേറ്റഡ് പ്ലാന്റ് ആണ്. ഇനി കാണുന്ന 2 പ്ലാന്റുകളും ബ്രൈഡലിൻ്റെ പ്ലാന്റുകളാണ്, യെല്ലോയും വൈറ്റും. വൈറ്റ്, പിങ്ക് എന്നീ കളറുകളിലുള്ള ഊട്ടി ഡെയ്സി അവൈലബിൾ ആണ് കേട്ടോ. ഈ കാണുന്ന പ്ലാന്റ് അബുട്ട്ലാൻഡ് ക്രീപ്പർ. റോസയുടെ പൂ പോലെ ചെറിയ പൂ ഉണ്ടാവുന്ന സ്നോ റോസ് എന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഈ പ്ലാന്റ് ക്രീപ്പർ പ്ലാന്റായ ഓട്ടുമുല്ല. കനകാംബരത്തിൻ്റെ റെഡ് കളറിലുള്ള പ്ലാന്റ് ആണിത്. ഇത് കനേഡിയൻ കൊന്ന എന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ചെമ്പരത്തിയുടെ പ്ലാന്റ് ആണ്. ഇതിന് പല കളറിലുള്ള പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ്. പക്ഷേ ഇതിന് മുട്ട് വന്നിട്ടേ ഉള്ളൂ, വിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കൃത്യമായി നമുക്ക് കളറ് പറയാൻ കഴിയില്ല. ഇത് കർട്ടൻ ക്രീപ്പർ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. ഇതിന് ചെറിയൊരു വെള്ള പൂവുണ്ടാവും കേട്ടോ. ഇത് അമേരിക്കൻ ജാസ്മിൻ എന്നറിയപ്പെടുന്ന ഫ്ലവറിങ് പ്ലാന്റ് ക്രീപ്പറുമാണ്. ഇത് ഡെയ്സിൻ്റെ പിങ്ക് കളറിലുള്ള പ്ലാന്റ് ആണിത്. അതേപോലെ തന്നെ ഡെയ്സിയുടെ പർപ്പിൾ കളറിലുള്ള പ്ലാന്റ് ആണിത്. ഇത് ഡെയ്സിയുടെ വൈറ്റ് കളറിലുള്ള പ്ലാന്റ്. റിയോ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ 3 വെറൈറ്റികളാണ് ഇനി കാണിക്കുന്നത്. ഈ 3 പ്ലാന്റുകളും നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഇനി കാണിക്കുന്ന 3 പ്ലാന്റുകളും ചെത്തിയുടെ വെറൈറ്റികളാണ് കേട്ടോ. റെഡ്, പിങ്ക്, യെല്ലോ എന്നീ 3 കളറിലുള്ള പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പാഷൻ ഫ്ലോറ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണിത്. ഈ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ഏത് പ്ലാന്റാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് അയച്ചു തരും.